വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിക്രൂരമായ വധശ്രമ കേസിൽ വരനായ യുവാവിനെ കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തു നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. കോതമംഗലം സ്വദേശിയും സ്വകാര്യ ബാങ്ക് ജീവനക്കാരനുമായി നിതിൻ എന്ന 31കാരനാണ് നിലവിൽ കുന്നത്തുനാട് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നടക്കാനിരുന്ന സ്വന്തം വിവാഹത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കിടയിലാണ് വധശ്രമം പോലുള്ള അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യത്തിൽ പ്രതിയായ ഈ യുവാവ് നിയമപാലകരുടെ വലയിലാകുന്നത്. പട്ടിമറ്റം സ്വദേശിനിയും ഒരു കുട്ടിയുടെ അമ്മയുമായ യുവതിക്ക് നേരെയാണ് പ്രതി ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. പ്രതിയായ നിതിന്റെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചതോടെ നിലവിലുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറാൻ യുവതി ആവശ്യപ്പെട്ടിരുന്നു. ഇതേ ചൊല്ലി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇരുവരും തമ്മിൽ കടുത്ത തർക്കവും വാക്കുതർക്കവും ഉണ്ടാവുകയും ഇത് പിന്നീട് അതിക്രൂരമായ ശാരീരിക മർദ്ദനത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു. യുവതിയെ ക്രൂരമായി മർദ്ദിച്ച പ്രതി തുടർന്ന് അവരുടെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ നേരിട്ട് ശ്രമിക്കുകയാണ് ഉണ്ടായത്. ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ യുവതി പൂർണ്ണമായും ബോധരഹിതയായി വീണതോടെ അവർ മരണപ്പെട്ടു എന്ന് പ്രതിയായ നിതിൻ ഉറപ്പിച്ചു. തുടർന്ന് നിയമപാലകരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അതിവിദഗ്ധമായ യുവതിയുടെ കൈകൾ കൂട്ടിക്കെട്ടി കോതമംഗലം ന്യൂ ബൈപ്പാസിൽ കോഴിപ്പിള്ളി ഭാഗത്തുള്ള വിജനമായ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി തള്ളുകയായിരുന്നു. ക്രൂരമായ ഈ മോഡസ് ഓപ്പറാൻഡിയിലൂടെ കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കാനാണ് പ്രതി ശ്രമിച്ചത്. ഇത്തരം അതിക്രമങ്ങൾ പൊതുസമൂഹത്തിലും കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന ആഘാതം അതീവ ഗുരുതരമാണ്. വ്യക്തിബന്ധങ്ങളിലെ തർക്കങ്ങൾ ക്രിമിനൽ ചിന്താഗതികളിലേക്കും കൊലപാതക ശ്രമങ്ങളിലേക്കും വഴിമാറുന്നത് സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ക്രൂരമായ മർദ്ദനമേറ്റ് വിജനമായ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട യുവതി പുലർച്ചെയോടെ ബോധം വീണ്ടും കിട്ടിയപ്പോൾ നടത്തിയ അതിജീവന ശ്രമമാണ് കേസിൽ നിർണായകമായത്. കൈകൾ ബന്ധിക്കപ്പെട്ട നിലയിലും അതീവ ഗുരുതരാവസ്ഥയിലും ഇഴഞ്ഞു നീങ്ങിയ യുവതി കോഴിപ്പള്ളി ജംഗ്ഷനിലെത്തി നാട്ടുകാരെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. നാട്ടുകാർ ഉടനെ തന്നെ ഇടപെട്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കൃത്യമായ ചികിത്സ തേടിയ ശേഷം യുവതി നേരിട്ട് നൽകിയ മൊഴിയുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് കുന്നത്തുനാട് പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതെന്നും പ്രതിയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്തതും. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കോ ഭീഷണികൾക്കോ ആരെങ്കിലും ഇരയാകുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ ഉടനടി പോലീസിനെയോ വനിതാ സെല്ലുകളെയോ വിവരമറിയിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. കുറ്റകൃത്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നത് പ്രതികൾക്ക് കൂടുതൽ മുൻകൈ നൽകുമെന്നതിനാൽ കൃത്യമായ നിയമസഹായം തേടുക മാത്രമാണ് ഏക പ്രതിവിധി. ഇത്തരം ക്രിമിനൽ നീക്കങ്ങളെക്കുറിച്ചും അതിനെതിരെയുള്ള നിയമ നടപടികളെക്കുറിച്ചുമുള്ള കൃത്യമായി ബോധവാന്മാരായിരിക്കുക എന്നത് ഓരോ പൗരന്റെയും സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളുടെ യാഥാർത്ഥ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും പൊതുസമൂഹത്തിന് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനുമായി ഈ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് ഇപ്പോൾ തന്നെ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക.